ഹലോ ഫ്രണ്ട്സ്. ഞാൻ സ്ഥിരമായിട്ട് നാട്ടിൽ പോകുമ്പം കേൾക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ബാംഗ്ലൂർ ഒരു ലിവിങ് എക്സ്പെൻസ് നിങ്ങൾക്ക് ജീവിക്കാൻ എന്തുമാത്രം ആവുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇതിൽ ഐ ടിയുമായി റിലേറ്റ് ചെയ്ത കുറേ വീഡിയോസും അല്ലെങ്കിൽ ബാംഗ്ലൂരുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ വീഡിയോസ് ഒക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൂടുതൽ ഐ ടിയുമായി റിലേറ്റ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട്. ഐ ടി ജോബ്സും അല്ലെങ്കിൽ ഐ ടി വർക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഐ ടി ലൈഫിനെ കുറിച്ചും ഒക്കെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ലിവിങ് എക്സ്പെൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ എവിടെ താമസിക്കും എന്നതനുസരിച്ചിരിക്കും. നമ്മളൊരു ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളൊരു മീഡിയം ഒരുവിധം എക്സ്പെൻസ് കുറഞ്ഞ ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹൗസ് റെന്റ് ഏകദേശം 25,000 പെർ മന്ത്, 2 ബെഡ്റൂം 25,000 പെർ മന്ത് വരുമെന്ന് കൂട്ടിക്കോളൂ. അതുപോലെ ഗ്രോസറീസ് 10,000, നമ്മുടെ ഒരു ഫോൺ ഇന്റർനെറ്റ് എല്ലാം ഒരു 3,000 പെർ മന്ത്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു 4,000 പെർ മന്ത്. പിന്നെ നമ്മുടെ ഒരു മിസലേനിയസ് എക്സ്പെൻസ് ആയി ഒരു 4,000. അതിനകത്ത് നമ്മുടെ പാല്, പത്രം, അങ്ങനത്തെ മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അതെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു മാസം ഏകദേശം 40,000 to 45,000 റുപ്പീസിനടുത്ത് എന്തായാലും ആവറേജ് വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് നമ്മളൊരു നോർമൽ ഏരിയയിൽ താമസിക്കുകയാണെങ്കിലാണ്. നമ്മൾ ഏരിയ മാറുന്നതനുസരിച്ച് കുറച്ചുകൂടെ എക്സ്പെൻസ് ആയിട്ടുള്ള ഏരിയ മാറുന്നതനുസരിച്ച് എക്സ്പെൻസ് കൂടും. സോ ഇതിൽ അതുപോലെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഈ ഗ്രോസറീസ് ആയ ഓൺലൈൻ സപ്റ്റോ, ബ്ലിങ്കിറ്റ് പോലുള്ള സർവീസുകളെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോസറീസിന് വേണ്ടി അതിനെല്ലാം പ്രീമിയം കോസ്റ്റ് വരും. അപ്പോൾ അതിനെല്ലാം അനുസരിച്ച് ചേഞ്ച് വരും. നമ്മൾ ഗ്രോസറീസ് എല്ലാം മാർക്കറ്റിൽ പോയി വാങ്ങി അങ്ങനെ ജീവിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം എന്തായാലും ഒരു 45,000 റുപ്പീസാണ് നമുക്ക് ഏകദേശം വേണ്ടത്. ഒന്നും സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നമുക്ക് ജസ്റ്റ് ജീവിച്ചു പോകാൻ പറ്റും. അതുപോലെ ഇതേ എക്സ്പെൻസ് ഒരു കുഞ്ഞൂടുണ്ടെങ്കിൽ, ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞൂടുണ്ടെങ്കിൽ, ഇവിടെ ഒരു LKG വിടണമെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത സ്കൂളിന് ഒരു വർഷം 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയുടെ അടുത്ത് സ്കൂളും വാൻ ഫീസും എല്ലാം കൂടെ ചേർത്താവുന്നുണ്ട്. അപ്പോൾ ഒരു മാസം 16,000 രൂപ അതിൻ്റെ കൂടെ കൂട്ടിക്കും. അപ്പം ഈ 45,000 കൂടെ ഒരു 16,000 കൂടെ കൂട്ടുക, ഏകദേശം 60,000 പ്ലസ് കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസുകൾ, ഗ്രോസറീസും ബാക്കി കാര്യങ്ങളും എല്ലാം അതുപോലെ കൂടും. സോ ഒരു 70,000 to 72,000 റുപ്പീസാണ് നിങ്ങൾക്ക് ഒരു ഫാമിലിയും ഒരു കുട്ടിയുടെ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർ താമസിക്കാൻ വേണ്ടത്. ഫാമിലി ആണെങ്കിൽ ഒരു 45,000 അത് പറ്റും, മീൻസ് കപ്പിൾസ് മാത്രമാണെങ്കിൽ. പിന്നെ കുഞ്ഞ് സ്കൂളിലൊക്കെ കൂടുതൽ ക്ലാസ്സിലേക്ക് വളരുന്നതനുസരിച്ച് ഫീസും കൂടും, ബാക്കി ചിലവുകളെല്ലാം കൂടും. സോ ഇത് ബാംഗ്ലൂരെ ഒരു എക്സ്പെൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.